സിനിമാളിൻ്റെ ഈ എപ്പിസോഡിൽ ആവേശം എന്ന സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ജിത്തു മാധവൻ സംവിധാനം ചെയ്ത ആവേശം വൻ വാണിജ്യ വിജയം നേടി. തിയേറ്ററുകളിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ OTTയിൽ അത് റിലീസ് ചെയ്യുകയും ഇതിനെ തുടർന്ന് തിയേറ്ററുകളിൽ ഒരു വിഭാഗം ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാറ്റുകയും ചെയ്തു. പലതിലും ഹൗസ്ഫുൾ ഓടിക്കൊണ്ടിരുന്ന സിനിമയാണ് തിയേറ്ററിൽ നിന്ന് മാറ്റിയത് എന്നാണ് പറയുന്നത്. ഇതെല്ലാം തന്നെ മലയാള സിനിമ വിജയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രംഗത്ത് നടക്കുന്ന ആശാസ്യമല്ലാത്ത ചില വാണിജ്യ മാതൃകകളെ സൂചിപ്പിക്കുന്നുണ്ട്. അത് മറ്റൊരു വിഷയമായതുകൊണ്ട് മറ്റൊരു സന്ദർഭത്തിൽ അതിനെ സംബന്ധിച്ച് വിശദമായി സംസാരിക്കാം. എല്ലാം അടക്കി വാഴുന്ന അധോലോക നായകൻ്റെ ഒരു ഹാസ്യാനുകരണമാണ് ആവേശത്തിലെ കഥാപാത്രം. രംഗ എന്ന ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന കഥാപാത്രം ഇതാണ് സൂചിപ്പിക്കുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഹാസ്യാനുകരണമാണ്. എന്നാൽ ഏതിനെയാണോ പരിഹസിക്കുന്നത് അതിനെ തന്നെ അബോധത്തിൽ വാഴ്ത്തുന്ന ഒരു നിലപാടാണ് സിനിമ മുന്നോട്ട് വയ്ക്കുന്നത്. നിരൂപകനായ രാജേഷ് രാജാമണി നിരീക്ഷിക്കുന്നത് പോലെ ആവേശം ഒരേ സമയം ഒരു പാരഡിയും ഒപ്പം അതിശയോക്തിപരമായ വിധത്തിൽ താരനായകത്വത്തെ മഹത്വവൽക്കരിക്കുന്ന സിനിമയുമാണ്. നായകനായ രംഗണ്ണൻ ഫഹദ് ഫാസിൽ അവതരിപ്പിക്കുന്ന ആ രംഗണ്ണൻ്റെ ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി അയാളുടെ വാത്സല്യ പരിരക്ഷയിൽ കഴിയുന്ന സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾക്കായി വാടകയ്ക്കെടുത്ത ലൈംഗിക തൊഴിലാളികൾക്കൊപ്പം രംഗണ്ണനും ഒന്നാം സഹായി അമ്പാനും മൂവർ വിദ്യാർത്ഥി സംഘവും 2 ലൈംഗിക തൊഴിലാളികളും ചേർന്ന് ഡംസ് ഷരേഡ് എന്ന ഒരു കളി കളിക്കുന്നുണ്ട്. അതായത് മൂകാഭിനയത്തിലൂടെ കഥാപാത്രവും ബന്ധപ്പെട്ട സിനിമയും തിരിച്ചറിയുക. അതായത് ഞാൻ ഇത് മൂകാഭിനയത്തിലൂടെ ഒരു സിനിമ എൻ്റെ മനസ്സിൽ ഉദ്ദേശിച്ചിട്ടുണ്ടാവും. അതിൻ്റെ ചില സൂചനകൾ ചിലപ്പോൾ ആ സിനിമയിൽ നിന്നുള്ള ചില രംഗങ്ങളാവും, അതല്ലെങ്കിൽ അതിൻ്റെ ശീർഷകത്തെ സംബന്ധിച്ച ഒരു കാര്യമായിരിക്കും. ഇവിടെ രംഗണ്ണൻ വലിയ ഒരു വടിവാൾ കാണിക്കും, പിന്നെ ഒരു കത്തി കാണിക്കും, പിന്നെ അത് 2 കയ്യിലായി ഉയർത്തിപ്പിടിച്ച് അത് ഒറ്റ കയ്യിലേക്ക് മാറ്റും. പിന്നീട് മൂക്ക് പിടിച്ച് മുങ്ങിയതായിട്ട് കാണിച്ച് പിന്നെ ബൈ ബൈ കാണിക്കും. ഇതാണ് രംഗണ്ണൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മത്സരാർത്ഥികൾക്ക് വ്യക്തമായ ഉത്തരം ലഭിക്കുന്നില്ല. തുടർന്ന് പൂജ മോഹൻരാജ് അവതരിപ്പിക്കുന്ന ബ്യൂട്ടി എന്ന ആ ലൈംഗിക തൊഴിലാളി അവൾക്ക് പരിചയമുള്ള മുഴുവൻ മലയാള സിനിമയുടെയും പേരുകൾ തുരുതുരാ പറയുകയാണ്. ഈ രംഗണ്ണൻ ഇത് അവതരിപ്പിക്കുന്നതിന് മുൻപ് നരസിംഹം, ഓർഡർ തമ്മാവ ആളറിയാം, താളവട്ടം, സൂര്യമാനസം, കിളിച്ചുണ്ടൻ മാമ്പഴം തുടങ്ങിയ ജനപ്രിയ സിനിമകളാണ് തിരിച്ചറിയപ്പെട്ടത്. അതിനെ തുടർന്ന് ഈ രംഗണ്ണൻ്റെ മൂകാഭിനയം കണ്ടിട്ട് ഒരു രക്ഷയുമില്ലാതെ ബ്യൂട്ടി, പഴശ്ശിരാജ, വടക്കൻ വീരഗാഥ, തച്ചോളിയോധേനൻ, മരക്കാർ, അറബിക്കടലിൻ്റെ സിംഹം, കടത്തനാട്ടുമാക്കം, പടയോട്ടം, പടവെട്ട്, മാമാങ്കം, രാജാവിൻ്റെ മകൻ, കായംകുളം കൊച്ചുണ്ണി, തച്ചോളിയമ്പു, വീരാളിപ്പട്ട്, നിർമാല്യം, കിരീടം, ചെങ്കോൽ, കണ്ണപ്പനുണ്ണി, മാർത്താണ്ഡവർമ്മ, ഉമ്മിണിത്തങ്ക, തുമ്പോലാർച്ച, ഗുരു, കർമ്മ, കമ്മീഷണർ, കാലാപ്പാനി, കാഴ്ച, കുട്ടേട്ടൻ, ബാലേട്ടൻ, രാവണപ്രഭു, രാക്ഷസരാജാവ്, രാജാതിരാജ, പോക്കിരി രാജ, മധുരരാജ, രാജമാണിക്യം, ചോട്ടാ മുംബൈ എന്നിങ്ങനെയാണ് രംഗണ്ണൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിലെത്തുന്നത്. ഇത്രയും നേരം അയാളുടെ ദേഷ്യം അതികഠിനമായി വർദ്ധിക്കുകയും കൂടുതൽ പ്രകോപിതനാവുകയും ചെയ്യുന്നുണ്ട് രംഗണ്ണൻ. അതായത് ഡം ഷരേഡിലൂടെ അധോലോക നായകനെ കോമാളിയാക്കുന്നു. അതേ കോമാളി തന്നെ സത്യത്തിൽ അധോലോക നായകനായതുകൊണ്ട് ദേഷ്യം കൊണ്ട് കലി തുള്ളുകയും ചെയ്യുന്നു. സത്യത്തിൽ ഈ സിനിമയുടെ ആഖ്യാനം എന്താണ്? ഇത് രോമാഞ്ചം, ഈ ജിത്തു മാധവൻ്റെ ഇതിന് മുൻപത്തെ ചിത്രമായ രോമാഞ്ചത്തിൽ ബാംഗ്ലൂരിലെ ഉള്ള ബാച്ചലേഴ്സ് ചില ആൺകഥാപാത്രങ്ങൾ ഈ സിനിമകളിൽ സ്ത്രീകൾ ഇല്ല എന്നുള്ള അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഈ സിനിമ പ്രാഥമികമായ ഒരു സമീപനം മാത്രമാണ് ഈ എപ്പിസോഡിൽ ചെയ്യുന്നത്. അപ്പോൾ രോമാഞ്ചത്തിൽ ഇവരിങ്ങനെ ബോറടിച്ചിരിക്കുമ്പോഴാണ് ഇവർക്ക് ഈ ഹോജ ബോർഡ് എന്ന് പറയുന്ന ഒരു ഇത് കിട്ടുന്നത്. അങ്ങനെ ആ ഹോജ ബോർഡിലൂടെ അവർ ഭാവി പ്രവചിക്കുന്നു, വർത്തമാനം പ്രവചിക്കുന്നു. അത് പിന്നെ അവർക്ക് തന്നെ ഒരു തിരിച്ചടിയാവുന്നു. അതേപോലെ തന്നെ ഇവിടെ ഈ സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്, ഇതിൻ്റെ യഥാർത്ഥത്തിൽ വലിയ തമാശയാണ്. സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ്, അതിൻ്റെ ഒരു തമാശയെക്കുറിച്ച് സംസാരിച്ചാൽ ഒരുപാട് പറയേണ്ടി വരും. ഞാൻ അതിലേക്കൊന്നും കിടക്കുന്നില്ല. കാരണം 2 സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് സമം ഒരു ഗവൺമെൻറ് കോളേജ് എന്ന് പറഞ്ഞൊരു മുഖ്യമന്ത്രി നമുക്കുണ്ടായിരുന്നു.
ആ മുഖ്യമന്ത്രിയെ സത്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഡം ഷറൈഡിലൂടെ അവതരിപ്പിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. 2 സ്വകാര്യ സ്വാശ്രയ, അപ്പോൾ അങ്ങനത്തുള്ള സ്വകാര്യ സ്വാശ്രയ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ റാഗിംഗ് ഉണ്ട്. റാഗിങ് ഇപ്പോൾ അവരെ അനുകരിച്ച് നമ്മൾ പിന്നെ മറ്റ് ഗവൺമെൻറ് കോളേജുകളിലുണ്ട് എന്നുള്ളത് നമ്മൾ കാണുകയുണ്ടായി. സിദ്ധാർത്ഥൻ്റെ കേസൊക്കെ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായി സംഘടിപ്പിക്കപ്പെട്ട വിദ്യാർത്ഥി സംഘടനകൾ തന്നെ അരാഷ്ട്രീയമായി മാറുന്ന സംഭവമൊക്കെ അതിൽ വരുന്നുണ്ട്. അതിലേക്കൊന്നും ഇപ്പോൾ കടക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ റാഗിങ്, പിന്നെ അതിലും സഹിക്കാത്ത സംഭവമാണ് പിന്നെ ഈ കോളേജ് അടയ്ക്കുന്ന ദിവസം, റിസൾട്ട് അറിയുന്ന ദിവസമാണോ അതോ കോളേജ് അടയ്ക്കുന്ന ദിവസം ഒരു രഹസ്യമുറിയുണ്ട്, ആ രഹസ്യമുറിയിലേക്ക് പോകുന്നതൊക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ബോറടികളൊക്കെ ഉള്ള ഒരു ഇതിലേക്ക് ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥികൾ പോകുന്ന സമയത്ത് അവർക്ക് തന്നെ അവരുടെ രക്ഷയായി അവരുടെ സ്വപ്നം, അപ്പോൾ സിനിമയ്ക്കുള്ളിലെ ഒരു സിനിമയായിട്ടാണ് സത്യത്തിൽ രംഗണ്ണൻ വരുന്നത്. അപ്പോൾ ഈ സിനിമ തന്നെ ഒരു ഭാവനയാണെന്നതുപോലെ ആ ഭാവനയ്ക്കുള്ളിലെ ഒരു ഭാവനയാണ് രംഗണ്ണൻ എന്നതാണ് വാസ്തവം. ഇത് ഈ നേരത്തെ ഈ ഡം ഷറൈഡിലെ ഈ ബ്യൂട്ടി പറഞ്ഞ പേരുകളിൽ രാജമാണിക്യം, ചോട്ടാ മുംബൈ എന്നീ സിനിമകളിൽ യഥാക്രമം മമ്മൂട്ടിയും മോഹൻലാൽ അവതരിപ്പിക്കുന്ന കോമിക് റിലീഫ് കൂടി അനുബന്ധമായി നൽകുന്ന മാഫിയ അധിപൻ അതുതന്നെയാണ് ആവേശത്തിലെ രംഗണ്ണൻ. ഈ സിനിമകളടക്കം മുൻകാല മലയാള സിനിമകളെ മുഴുവൻ ഒറ്റയടിക്ക് പരിഹസിച്ച് റദ്ദാക്കുകയാണ് സത്യത്തിൽ ആവേശം ചെയ്യുന്നത്. അതേസമയം അവയെ തന്നെ മറ്റൊരു തരത്തിൽ ആഘോഷിക്കുകയും ചെയ്യുന്നു. ഈ ചിന്താക്കുഴപ്പമാണ് ആവേശവും അതുപോലുള്ള മറ്റ് ചില സിനിമകളും പുതിയ കാലഘട്ടത്തിൻ്റെ സിനിമകളായിരിക്കുമ്പോൾ തന്നെ അവയുടെ ചരിത്രമാനത്തെ പരിപൂർണമായി ഉൾക്കൊള്ളുന്ന വിധത്തിൽ വികസിതമാകാതെ പോകുന്നത്. ഒരു സ്പൂഫ് മൂവി എന്ന നിലയിൽ ആവേശം പ്രത്യേകമായ വിശകലനം അർഹിക്കുന്നുണ്ട് എന്ന് നിരൂപകയായ സംഗീത ചേനമ്പുള്ളി പറയുന്നുണ്ട്. അതിൽ മദർ ഫിക്സേഷൻ, അതായത് അമ്മയോടുള്ള സ്നേഹത്തെ സംബന്ധിച്ച് യഥാർത്ഥത്തിൽ അത് ഒരു വളിപ്പ് പോലെയാണ് കാണിക്കുന്നത്. പലരുടെയും അമ്മ, ഞാൻ പരിചയമുള്ള പല ആളുകളും അവരുടെ അമ്മയെക്കുറിച്ച് സംസാരിക്കുന്ന, അതായത് ജീവിതത്തിലും സിനിമയിലും, പ്രത്യേകിച്ചും സിനിമയിലുള്ള നായകൻ പ്രത്യേകിച്ചും വളരെ ക്രൂരമായ കാര്യങ്ങൾ ചെയ്യുകയും ബലാത്സംഗം ചെയ്യുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊക്കെ ചെയ്യുന്ന നായകനും ഒരമ്മയോടുള്ളൊരു സ്നേഹമുണ്ടാകും. ആ അമ്മയോടുള്ള സ്നേഹം എന്ന ഈ സിനിമയുടെ ഇതിനെ തന്നെയാണ്, ഈ വെളിപ്പിനെ തന്നെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പരിഹസിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരർത്ഥത്തിൽ ലൈംഗികതയെ മറികടന്ന പുറമേ കോപാകുലനായ നായകനുള്ളിൽ സ്ത്രീ സാന്നിധ്യത്തിൻ്റെ അഭാവം സൃഷ്ടിക്കുന്ന ഇരുണ്ട മേഖലകൾ ഉണ്ടാകാം എന്ന സൂചനയാണ് സിനിമ നൽകുന്നത് എന്നാണ് സംഗീത ചേനമ്പുള്ളി പറയുന്നത്. അമ്മയോടുള്ള പാശം എന്ന മുഖ്യധാരാ സിനിമയുടെ വളിപ്പടിക്കുന്ന വൈകാരികതയെ പൊളിച്ചെടുക്കുകയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഇതിൽ സാമൂഹ്യ മാധ്യമങ്ങളുടെ, അതായത് അതിനെ സോമി എന്നാണ് വ്യഭിനിവേശം, മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലെ വ്യഭിനിവേശം പങ്ക്തിയിൽ രാമമോഹൻ പാലിയത്ത് പറയുന്നത്. ആ സോമിയുടെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഒരു പിന്നെ പ്രാധാന്യം ഇതിൽ, അല്ലെങ്കിൽ ആ സോഷ്യൽ മീഡിയയുടെ ഒരു സാന്നിധ്യം ഈ സിനിമയിൽ പ്രധാനമാണ്. അതൊന്ന് റീൽസാണ്. കാരണം ഇതിൽ സ്വന്തമായി അടി നടത്തുകയോ അല്ലെങ്കിൽ സ്വന്തമായി പിന്നെ തൻ്റെ അമ്മയോടുള്ള ഒരു ഇതിൻ്റെ പാശത്തിൻ്റെ ഭാഗമായി മറ്റുള്ള ഗുണ്ടകളെ കൊണ്ട് അടുപ്പിക്കുന്ന ആളാണ് ഈ രംഗണ്ണൻ. അങ്ങനെ അടുപ്പിക്കുമ്പോഴും അദ്ദേഹത്തിന് റീൽസിലാണ് അദ്ദേഹത്തിൻ്റെ വലിയ ഒരു എന്താ പറയുക ഒരു താല്പര്യം ഉള്ളത്. അങ്ങനെ ആ റീൽസിൽ പിന്നെ കരിങ്കാളിയെ എന്ന് പറയുന്ന ഒരു കൊടുങ്ങല്ലൂർ അമ്മയുടെ ഒരു പാട്ട്, ഒരു തൂണ് വെച്ച് അപ്പുറത്തിപ്പുറത്ത് ഇങ്ങനെ മറഞ്ഞ് കാണിക്കുന്നത്, അത് വലിയ ഹിറ്റായിരിക്കുകയാണ്. 10 പിന്നെ ദശലക്ഷക്കണക്കിനാണ് ആ പാട്ടും ഇപ്പോൾ ഇതിന് ശേഷം പ്രസക്തിയായിട്ടുള്ളത്. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ സോഷ്യൽ മീഡിയയും സിനിമയും തമ്മിലുള്ള ഒരു കുഴമറച്ചിലാണ്. ഇത് ഞാൻ കണ്ടപ്പോൾ ഇതിലത്തെ ഒരു പാട്ട്, ജാട ജാട പച്ചയായ ജാട പുച്ഛമാണ് പോട എന്നാണ് ഒരു പാട്ട്. ഈ പാട്ട് കണ്ടപ്പോൾ ജാടയെക്കുറിച്ചുള്ള ഒരു ചർച്ചയിൽ പുതിയ തലമുറയിലൊരു എഴുത്തുകാരനായ അഭിലാഷ് മേലതിൽ പറയുന്നുണ്ട്. അഭിലാഷ് മേലതിൽ ഇപ്രകാരമാണ് പറയുന്നത്: നമ്മുടെ നമ്പറൊക്കെ എല്ലാവർക്കും അറിഞ്ഞാൽ, അതായത് എന്നെ ഫോൺ ചെയ്താൽ ഞാൻ എടുക്കില്ല, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് വന്നാൽ അത് തുറന്നു നോക്കില്ല, അല്ലെങ്കിൽ എൻ്റെ നമ്പർ ആരും അറിയണ്ട എന്നതൊക്കെ പറഞ്ഞാൽ വലിയ ജാടയാണെന്നാണ് ഇക്കാലത്ത് കരുതുക. അപ്പോൾ അത് പക്ഷെ അങ്ങനെ അറിഞ്ഞാൽ നമ്മുടെ വഴിയെ പോകുന്ന ഗ്രൂപ്പുകളിലൊക്കെ ചേർത്തും അല്ലാതെയും നിറയെ ലിങ്കുകളൊക്കെ ആളുകൾ അയച്ചു തരും. ഇതിലേതെങ്കിലും ഒന്ന് തുറന്നാൽ, അബദ്ധത്തിൽ തുറന്നാൽ പിന്നെ യൂട്യൂബ്, FB, ട്വിറ്റർ അൽഗോരിതം മാറിപ്പോകും എന്ന് അഭിലാഷ് മേലതിൽ പറയുന്നുണ്ട്. ഞാനത് വായിച്ച സമയത്ത് വളരെ യഥാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. നമ്മുടെ മനസ്സിനകത്തേക്ക് തന്നെ, നമ്മുടെ മനസ്സിനകത്തേക്ക് ഈ ലിങ്കിലൂടെ കേശവമാമകളും അതുപോലെ തന്നെ നിർമ്മിത വ്യക്തികളുമൊക്കെ തന്നെ കയറി വരുന്നതിനെക്കുറിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള ഈ സോഷ്യൽ മീഡിയയുടെ സാന്നിധ്യം നമ്മുടെ സിനിമയിൽ ഇന്ന് വളരെ പ്രധാനമാണ്. അതിൻ്റെ ഒരു സൂചന പോലെ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രാധാന്യമാണ് യഥാർത്ഥത്തിൽ ഈ രംഗണ്ണൻ്റെ കഥാപാത്രം ഇത്തരം റീൽസിന് വേണ്ടിയിട്ട് അദ്ദേഹം ആളുകളെ
അദ്ദേഹം മറ്റ് ആളുകളെ ഇതാക്കുന്ന അതിലും വലിയ ക്രൂരതയാണിതിൽ. കാരണം അമ്പൻ ശ്രദ്ധിക്കാൻ പറയും എന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡെപ്ത് ഷെറേഡ് ഇവർക്ക് എന്താ പറയുക മനസ്സിലാകാത്ത ഒരു സ്ഥിതി വരുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ യഥാർത്ഥത്തിൽ ഈ മാസ് ഹീറോ ആരാണ്? ഈ മാസ് ഹീറോയുടെ കാരിക്കേച്ചർ അല്ലെങ്കിൽ കോമാളി അനുകരണം ആയിട്ടാണ് യഥാർത്ഥത്തിൽ ഈ രംഗണ്ണൻ വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അത് മുഖ്യധാരാ സിനിമകളിലെ ആണത്തത്തിൻ്റെ ഒരു പരിഹാസ നാടകമാണ്. അതാണ് ആവേശം. ഫഹദ് ഫാസിൽ ഈ വേഷത്തെ വളരെ ഗൗരവത്തോടെ കൈകാര്യം ചെയ്യുന്നു. അത് പലപ്പോഴും സംവിധായകൻ്റെ നിയന്ത്രണത്തിന് പുറത്തേക്ക് പോകുന്നു എന്നൊക്കെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അത് അപ്രകാരം അതാവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. അതൊക്കെ സിനിമയുടെ ഇതിൽ ചിലപ്പോൾ സംവിധായകനാണ് സിനിമയുടെ എല്ലാം തീരുമാനിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അത് പലപ്പോഴും അല്ല എന്ന് നമുക്കറിയാം. നമ്മുടെ വളരെ പ്രസിദ്ധരായ പല സംവിധായകരുടെയും പല സിനിമ അതൊന്നും നമ്മളിവിടെ ഇപ്പോൾ പറയുന്നില്ല. അത് ഒക്കെ മറ്റൊരു ഘട്ടത്തിൽ പറയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പരിഹാസം ആവിയായി പോവുകയും ഈ നടൻ അല്ലെങ്കിൽ ഈ താരം അവിടെ പ്രധാനമാവുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ട്രാൻസ് പോലെ ഒരു സിനിമയിൽ ഫഹദ് ഫാസിൽ ഇത്തരത്തിൽ തൻ്റെ ശരീരത്തെ തുറന്നഴിച്ച് വിട്ടതാണ്. പക്ഷെ അത് ആ രീതിയിൽ അന്ന് അംഗീകരിക്കപ്പെട്ടില്ല. പല കാരണങ്ങളുണ്ടാവും. ഒരു കാരണം എനിക്ക് തോന്നുന്നത് ആൾ ദൈവങ്ങളോടുള്ള ഈ മുഖ്യധാരാ സിനിമയുടെ അല്ലെങ്കിൽ മുഖ്യധാര സമൂഹത്തിൻ്റെ പേടിയായിരിക്കണം അതിന് കാരണം. അപ്പോൾ ഈ രംഗണ്ണ എന്ന ഈ കഥാപാത്രം, ഈ നായക കഥാപാത്രം അല്ലെങ്കിൽ ഈ പ്രധാന കഥാപാത്രം മുഖ്യധാര ആണത്തത്തിൻ്റെ മാസ്കുലിനിറ്റിയുടെ നിർമ്മാണവും അപനിർമ്മാണവുമാണ് എന്നതാണ് നിരൂപകൻ ഭരദ്വാജ് രംഗൻ പറയുന്നത്. ഇത് വളരെ പ്രധാനമാണ്. കാരണം ഇതിനെ കൺസ്ട്രക്റ്റ് ചെയ്യുന്നുണ്ട്, അതോടൊപ്പം തന്നെ ഡീകൺസ്ട്രക്റ്റ് ചെയ്യുന്നുമുണ്ട്. അതാണ് അതിൻ്റെ വാസ്തവം. ഇത് മറ്റൊരു രീതിയിൽ ഈ സിനിമയിൽ തന്നെയുള്ള മറ്റൊരു അഭിനേതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് പ്രത്യേകമായി മനസ്സിലാക്കുക. അത് മൻസൂർ അലി ഖാനാണ്. മൻസൂർ അലി ഖാൻ തമിഴിലെ ഒരു പ്രധാന വില്ലനാണ്, രാഷ്ട്രീയ നടനാണ്, പല കാര്യങ്ങളും സംസാരിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അടുത്ത കാലത്ത് തമിഴിലെയും തെന്നിന്ത്യയിലെ പ്രമുഖ നടിയായ തൃഷയെ വളരെ മോശമായ രീതിയിൽ പരാമർശിച്ചു എന്നതിൻ്റെ പേരിൽ ആക്ഷേപം ഏറ്റുവാങ്ങിയ ഒരാളാണ്. തൃഷ ഇനി അദ്ദേഹത്തിൻ്റെ ഒപ്പം അഭിനയിക്കില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ വിഷയത്തിലേക്ക് അതിൻ്റെ സൂക്ഷ്മതയിലേക്ക് കടക്കുന്നില്ല. ഇവിടെ ഇതെല്ലാം സംഭവിച്ചതിന് ശേഷമാണ് ആ മൻസൂർ അലി ഖാനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇതാരാണ്? ഇത് ഫഹദ് ഫാസിലിൻ്റെ രംഗയുടെ പുരാതന രൂപവും മുൻ മാതൃകയുമാണ്. അയാളെയാണ് അനുകരിക്കാൻ നോക്കുന്നത്. അയാളെ അനുകരിക്കാൻ നോക്കുന്നു എന്നതല്ല, ആ അനുകരിക്കുമ്പോൾ അയാൾ ഇല്ലാതാവുകയാണ്. അതാണ് അയാളുടെയും പ്രശ്നം. അതാണ് കാരണം തൻ്റെ വെളുത്ത ഷർട്ടും വെളുത്ത പാൻറ്റും അതുപോലെ തന്നെ കിലോ കണക്കിന് സ്വർണ്ണമാലകളും വളകളും ചങ്ങലകളും എല്ലാം കൂടി ഇയാൾ കൊണ്ടുപോയതോട് കൂടിയിട്ട് തൻ്റെ അപ്പിയറൻസ് തന്നെ പോയി എന്നുള്ളതാണ്. ഈ അപ്പിയറൻസ് തിരിച്ചു കൊടുക്കുകയാണ് യഥാർത്ഥത്തിൽ. അങ്ങനെ അപ്പിയറൻസ് തിരിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് രംഗണ്ണ ഒരു തിന്മയുടെ കഥാപാത്രമല്ല, നന്മയുടെ കഥാപാത്രം തന്നെയാണ് എന്ന രീതിയിലുള്ള വളരെ സാമ്പ്രദായികമായ ഒരു ഉത്തരത്തിലേക്ക് സിനിമ എത്തുകയും ചെയ്തു. അപ്പോൾ ഇപ്രകാരം യഥാർത്ഥത്തിൽ നമ്മളുടെ സിനിമകളൊക്കെ തന്നെ വളരെ ലളിതമായി നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പോലും അത് വളരെ സങ്കീർണമായ ഇടപെടലുകൾ, വളരെ അബോധത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ് സമൂഹത്തിൽ ജനപ്രിയത ഉണ്ടാക്കിയെടുക്കുന്നത് എന്നതാണ് വാസ്തവം. നമുക്ക് അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അഭിവാദനങ്ങൾ.